ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ് ആണ്. ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെഫ്റ്റ് ഫുട്ട് ആണ് കൺജനൈറ്റൽ അനോമലീസിൽ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും കണ്ടുവരുന്നത്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കൺജനൈറ്റൽ അനോമലിയാണ് ക്ലെഫ്റ്റ് പാലറ്റ് ആൻഡ് ക്ലെഫ്റ്റ് ഫുട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരാം, ഒരുമിച്ചും ഒരു കുട്ടിക്ക് വരാം. ക്ലെഫ്റ്റ് ലിപ്പിന് വേറൊരു പേരാണ് കീലോസ്കീസിസ് എന്നും. കീലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ കീലോസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിന്റെ ക്രാക്കിങ്ങിനെയാണ് പറയുന്നത്. അപ്പൊ കീലോസ്കീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലറ്റോസ്കീസിസും ആണ്. അത് ക്രേനിയോഫേഷ്യൽ അബ്നോർമാലിറ്റീസിന്റെ ഒരു പാർട്ടാണ്. എംബ്രിയോണിക് പീരീഡിൽ ക്രേനിയോഫേഷ്യൽ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നതുകൊണ്ടാണ് ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും വരുന്നത്. ഇനി ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഗ്യാപ്പ് ഓർ ഇൻഡന്റേഷൻ ഇൻ ദ ലിപ്പ് ആണ്. ഇറ്റ് ഇസ് സ്പ്ലിറ്റ് continuated up to nostril and due to the failure of closure of maxillary and medial nasal process. അതായത് ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറയുന്നത് ലിപ്പിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇൻഡന്റേഷൻ ആണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആണ്. ദാറ്റ് എക്സ്റ്റെൻഡ് അപ് ടു നോസ്ട്രിൽ വരെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിലറി പ്രോസസ്സും മീഡിയൽ നേസൽ പ്രോസസ്സും ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഫെയിലിയർ കാരണമാണ് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാകുന്നത്. ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നതോ, ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ടു പ്ലേറ്റ്സ് ഓഫ് സ്കള്ളിന് രണ്ട് പ്ലേറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഹാർഡ് പാലറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഹാർഡ് പാലറ്റ് ഫോം ചെയ്യുന്നില്ല. നോട്ട് കംപ്ലീറ്റ്ലി ജോയിൻഡ്, അത് കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്യുന്നില്ല. രണ്ട് സ്കള്ളിന്റെ പ്ലേറ്റ്സ് ജോയിൻ ടുഗദർ ടു ഫോം ദ ഹാർഡ് പാലറ്റ്. അത് കനോട്ട് ബി കംപ്ലീറ്റ്ലി ജോയിൻ ഡ്യൂ ടു ഫെയിലിയർ ഓഫ് ലാറ്ററൽ പാലറ്റൽ പ്രോസസ്സും മീഡിയൽ പാലറ്റൽ പ്രോസസ്സും നേസൽ സെപ്റ്റവും. ഓക്കെ, അപ്പൊ ഇത്രയും ഇത് മൂന്നും കൂടി എന്താണ് ഫ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ക്ലെഫ്റ്റ് പാലറ്റ് വരുന്നത്. മാക്സിലറി പ്രോസസ് ആൻഡ് മീഡിയൽ നേസൽ പ്രോസസ്സ് കാരണം അതിന്റെ ഫ്യൂഷന്റെ പ്രശ്നം കാരണമാണ് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാകുന്നത്. അതിന്റെ എംബ്രിയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് എംബ്രിയോളജി അറിഞ്ഞിരുന്നാൽ മതി. 4th to 7th വീക്ക് ഓഫ് ദി ഗസ്റ്റേഷന്റെ സമയത്താണ് ഈ പാലറ്റ് ഒക്കെ ഫ്യൂസ് ചെയ്യുന്നതും ലിപ്പും അതുപോലെ നോസ്ട്രിൽസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അത് അതിനകത്ത് ആ സമയത്ത് എന്തുണ്ടാകുക, ഗസ്റ്റേഷൻ്റെ ജനറ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിട്ടുള്ള കോസസ് ഒക്കെ കാരണം എന്താണ് നോർമലായിട്ട് ആ പാലറ്റിൻ പ്രോസസ്സുകളൊന്നും ഫ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പിലാണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ പാലറ്റിൻ, മീഡിയൽ പാലറ്റിൻ ആണ് ആൻഡ് നേസൽ സെപ്റ്റം, ആ പ്രോസസ്സൊന്നും ക്ലോസ് ചെയ്യുന്നില്ല. ലിപ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മാക്സിലറി ആൻഡ് മീഡിയൽ നേസൽ പ്രോസസ് ക്ലോസ് ചെയ്യുന്നില്ല. അത് കാരണമാണ് എന്തുണ്ടാകുന്നത്, ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഉണ്ടാകുന്നത്. നമുക്ക് എറ്റിയോളജീനെ മെയിൻ ആയിട്ടും ഒരു 5 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യാം. 5 അഞ്ചാമത്തെ ടോപ്പിക് ഒന്നും അല്ല, എന്നാലും എക്സാക്ട് എറ്റിയോളജി നമുക്ക് അൺനോൺ ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ കാര്യം ഓർക്കുക. മെറ്റേണൽ എന്ന് പറയുമ്പോൾ അമ്മയുടെ സമയത്തുണ്ടാകുന്ന ഇൻട്രായൂട്രൈൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ മെറ്റേണൽ കണ്ടീഷൻസ് ആയിട്ടുള്ള അമ്മയ്ക്ക് ഡയബറ്റിസ് മെൽറ്റസ് എന്തെങ്കിലും ഉണ്ടാകുക, അല്ലെങ്കിൽ അമ്നിയോട്ടിക് ബാൻഡ് സിൻഡ്രം എന്തെങ്കിലും ഉണ്ടാകുക. ഓക്കെ, അടുത്തത് പെറ്റേണൽ ഏജും എന്താണ്, ഒരു ഫാക്ടറാണ് അച്ഛൻ്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പം അമ്മയുടെ അച്ഛൻ്റെ കാര്യം കഴിഞ്ഞു, എക്സാക്ട് എറ്റിയോളജി അൺനോൺ ആണ്. പിന്നെ ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ കോസസ് ആണ് ഉള്ളത്. ജനറ്റിക് കോസസ് എന്ന് പറയുമ്പോഴത്തേക്കും നോൺ സിൻഡ്രമിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ്, അതായത് പാരൻസിനോ സിബ്ലിങ്സിനോ രണ്ടുപേർക്കും അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അഫക്ട് ചെയ്യാനുള്ള, കുട്ടികൾക്ക് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നോൺ സിൻഡ്രമിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ്. പിന്നെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, പിന്നെ എന്തെങ്കിലും സിൻഡ്രോംസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വയ്ക്കാം. വാൻഡർ വാഡേ സിൻഡ്രം എന്ന് പറയുന്ന ഒരു സിൻഡ്രം ഉണ്ട്. അതേപോലത്തെ ഒക്കെ സിൻഡ്രംസുമായിട്ട് അസോസിയേറ്റ് ചെയ്തും ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും വരാം. നോൺ സിൻഡ്രമിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്, നോൺ സിൻഡ്രമിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്, പിന്നെ സിൻഡ്രോമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതാണ് വാൻഡർ വൗഡേ സിൻഡ്രം എന്ന് പറയുന്നത്. പിന്നെ ക്രോമസോമൽ അബ്രേഷൻസ് കാരണം. എൻവയോൺമെന്റൽ ടെറാറ്റോജൻസ് എന്ന് പറയുന്നത് ടെറാറ്റോജനിക് എക്സ്പോഷർ, ഇൻട്രായൂട്രൈൻ എക്സ്പോഷർ ഓഫ് ദി ടെറാറ്റോജൻസ് ലൈക്ക് ആന്റി കൺവൾസൻ മെഡിക്കേഷൻ. അതായത് മദറിന് ഓൾറെഡി സീഷർ ഉണ്ട്, അവർ ഫിൻറ്റോയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പ്രഗ്നന്റ് ആകുന്നത് പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫിനറ്റോയിൻ എന്തൊരു ടെറാറ്റോജനായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ആൽക്കഹോള്, പിന്നെ റെറ്റിനോയിക് ആസിഡ്. നമ്മൾ ഈ സ്ട്രെസ് മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റെറ്റിനോയിക് ആസിഡ് വളരെ ടെറാറ്റോജനിക് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മെറ്റേണൽ സ്മോക്കിങ്ങും ആൽക്കഹോളും, റുബല വൈറസ്, താലിനോമൈഡ് എന്ന് പറയുന്ന വളരെ ടെറാറ്റോജനിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്, അത് ബാൻ ചെയ്ത സാധനമാണ്. പിന്നെ അമ്നോപ്റ്ററിൻ പോലുള്ള എൻവയോൺമെന്റൽ ടെറാറ്റോജൻസ്. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള ക്രോമസോമൽ അബറേഷൻസ് അല്ലെങ്കിൽ നോൺ സിൻഡ്രമിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ്, അല്ലെന്നുണ്ടെങ്കിൽ സിൻഡ്രമിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിന് നമുക്ക് എക്സാമ്പിൾ പറയുന്ന വാൻഡർ വൗഡേ സിൻഡ്രം ആണ്. പിന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ടെറാറ്റോജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് റെറ്റിനോയിക് ആസിഡ് വരാം, പിന്നെ എന്താണ് മെറ്റേണൽ ആൽക്കഹോൾ സ്മോക്കിംഗ് വരാം, ഡയബറ്റിസ് വരാം, പിന്നെ റുബല്ല ഇൻഫെക്ഷൻസ് വരാം, പിന്നെ എന്താണ് താലിഡോമൈഡ്, അമ്നോപ്റ്ററിൻ പോലുള്ള ഡ്രഗ്സുകൾ വരാം. നെക്സ്റ്റ് മെറ്റേണൽ ആയിട്ടുള്ള ഡയബറ്റിസ് മെൽറ്റസ്,
അമ്നിയോട്ടിക് ബാൻഡ് സിൻഡ്രം, പിന്നെ പെറ്റേണൽ ആയിട്ടുള്ള അഡ്വാൻസ് സ്റ്റേജ് എക്സാക്ട് ഇറ്റിയോളജി അൺനോൺ ആണ്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. നമുക്ക് രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. പ്രൊഫസർ ബാലകൃഷ്ണൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓൾസോ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് എന്താണ് ലെഹസൽ ക്ലാസിഫിക്കേഷൻ, ലെഹസൽ കോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൊഫസർ ബാലകൃഷ്ണൻ ക്ലാസിഫിക്കേഷൻ. അത് ക്ലഫ് ലിപ്പിനെയും ക്ലഫ് പാലറ്റിനെയും കൂടെ 3 ഗ്രൂപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേനകത്ത് ക്ലഫ് ലിപ്പ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്തായിരിക്കും, യൂണിലാറ്ററൽ ആയിരിക്കും, ബൈലാറ്ററൽ ക്ലഫ് ലിപ്പ് ആയിരിക്കും, മിഡ് ലൈൻ ആയിട്ടുള്ള ക്ലഫ് ലിപ്പ് ആയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്കും യൂണിലാറ്ററൽ, ബൈലാറ്ററൽ ആൻഡ് അവിടെ മിഡ് ലൈൻ ഇല്ല, അവിടെ സബ് മ്യൂക്കോസൽ ആയിട്ടുള്ള ക്ലഫ് ലിപ്പ് ആയിരിക്കും, സോറി ക്ലഫ് പാലറ്റ് ആയിരിക്കും. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലഫ് ലിപ്പും ഉണ്ട്, ക്ലഫ് പാലറ്റും ഉണ്ട്, ആൽവിയോളസും ഉണ്ട്. അത് യൂണിലാറ്ററലോ ബൈലാറ്ററലോ മിഡ് ലൈനോ ആയിരിക്കും. ഇതാണ് പ്രൊഫസർ ബാലകൃഷ്ണന്റെ ക്ലാസിഫിക്കേഷൻ. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 1 ക്ലഫ് ലിപ്പ് അത് യൂണിലാറ്ററൽ, ബൈലാറ്ററൽ, മിഡ് ലൈൻ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് 2 ക്ലഫ് പാലറ്റ് മാത്രമേ ഉള്ളൂ. അത് യൂണിലാറ്ററലും ബൈലാറ്ററലും സബ് മ്യൂക്കോസിലാണ്, മിഡ് ലൈൻ അല്ല. അടുത്ത തേർഡ് എന്ന് പറയുന്നത് ക്ലഫ് ലിപ്പും ഉണ്ട്, ക്ലഫ് പാലറ്റും ഉണ്ട്, ആൽവിയോളസും ഉണ്ട്. അത് യൂണിലാറ്ററൽ, ബൈലാറ്ററൽ അല്ലെങ്കിൽ മിഡ് ലൈൻ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ലെഹസൽ കോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ആദ്യം നമ്മൾ ലെഹസൽ കോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LAHSAL അങ്ങനെയാണ് കോഡ് വരുന്നത് ക്ലാസിഫിക്കേഷന്റെ. ലെഫ്റ്റ് സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്ന അക്ഷരങ്ങളൊക്കെ റൈറ്റ് ലിപ്പും റൈറ്റ് ആൽവിയോളസും ഒക്കെയാണ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് റൈറ്റ്, ഫസ്റ്റത്തെ എല്ല് റൈറ്റ് ലിപ്പ്, പിന്നെ റൈറ്റ് ആൽവിയോളസ്, പിന്നെ ഹാർഡ് പാലസ്, സോഫ്റ്റ് പാലറ്റ്, പിന്നെ ലെഫ്റ്റ് ആൽവിയോളസും ലെഫ്റ്റ് ലിപ്പും. അങ്ങനെയാണ് ലെഹസൽ എന്ന് പറയുന്ന കോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഡിഫക്റ്റ് ഉള്ള, അതായത് റൈറ്റ് ലിപ്പിന് ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എല്ല് നമ്മൾ സ്മോൾ ലെറ്ററിലായിരിക്കും എഴുതുക. ഓക്കെ, അപ്പോൾ ഡിഫക്റ്റ് ഉള്ള ലെറ്റേഴ്സിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ടും ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്തതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡോട്ടോ വേറൊരു സിമ്പിൾസോ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ലെഹസൽ കോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പ്രൊഫസർ ബാലകൃഷ്ണൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലെഹസൽ കോഡ് ക്ലാസിഫിക്കേഷൻ. അത് അമേരിക്കൻ റോയൽ കോളേജ് ഓഫ് സർജൻസ് ബ്രിട്ടനിൽ നിന്ന് പാസ്സാക്കിയ ഒരു കോഡാണ്. 2005 കൊണ്ടുവന്ന ഒരു കോഡാണ് ലെഹസൽ കോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ എന്താണ്, ക്ലഫ് ലിപ്പിനും ക്ലഫ് പാലറ്റിനും ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. നോസ്റ്റ് വെർമിലിയൻ ബോർഡർ ഉണ്ടായിരിക്കും, മേ ഇൻവോൾവ് ആൽവിയോളാർ റിഡ്ജ്. നോസ്റ്റ് ആയിട്ടുള്ള ഒരു വെർമിലിയൻ ബോർഡർ ഉണ്ടായിരിക്കും. ലിപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു നോസ്റ്റ്, ഒരു കുഴി ഉണ്ടായിരിക്കും, വെർമിലിയൻ ബോർഡർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ആൽവിയോളാർ റിഡ്ജും കൂടി നമുക്ക് ഇൻവോൾവ് ചെയ്യാം. നമ്മുടെ നോസിന്റെ ആൽവിയോളാർ റിഡ്ജും ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യാം. അപ്പൊ നോസ്റ്റ് ആയിട്ടുള്ള വെർമിലിയൻ ബോർഡർ വിച്ച് മേ ഇൻവോൾവ് ആൽവിയോളാർ റിഡ്ജ്, അതാണ് ക്ലെഫ്റ്റ് ലിപ്പിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അത് അതുപോലെ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. നോസ്ഡ് ആയിട്ടുള്ള, അതായത് കുഴിവുള്ള ഒരു വെർമിലിയൻ ബോർഡർ പോലെയാണ് വിച്ച് മേ ഇൻവോൾവ്, അതിനകത്ത് ഇൻവോൾവ് ചെയ്യാം എന്ത്, ആൽവിയോളാർ റിഡ്ജും കൂടി ഇൻവോൾവ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലഫ് ലിപ്പാണ്, സോറി ക്ലഫ് പാലറ്റ് ആണ്. ക്ലഫ് പാലറ്റിൽ നേസൽ ഡിസ്റ്റോർഷൻ ആയിരിക്കും ഉണ്ടാകുക, എക്സ്പോസ്ഡ് ആയിട്ടുള്ള നേസൽ ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും. നേസൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് മൂക്കിന്റെ പൊസിഷൻസ് മാറിയിരിക്കാം, അതാണ് നേസൽ ഡിസ്റ്റോർഷൻസ് വിത്ത് എക്സ്പോസ്ഡ് നേസൽ ക്യാവിറ്റീസ്. നേസൽ ഡിസ്റ്റോർഷനും ഉണ്ടായിരിക്കും. മൂക്കിനാണ് മെയിൻ ആയിട്ടും പാലറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് വെച്ചാൽ ലിപ്പിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നോസ്ഡ് ആയിട്ടുള്ള വെർമിലിയൻ ബോർഡർ വിത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിച്ച് മേ ഇൻവോൾവ് ആൽവിയോളാർ റിഡ്ജ് ആണ് ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറയുന്നത്. പാലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നേസൽ ഡിസ്റ്റോർഷൻ ആയിരിക്കും വിത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള നേസൽ ക്യാവിറ്റീസ് ആയിരിക്കും. അപ്പോൾ അവിടെ മിസ്അലൈൻഡ് ആയിട്ടുള്ള ടീത്ത് വരാം, ടീത്ത് ചിലപ്പോൾ മിസ്അലൈൻഡ് ആയിരിക്കും. പിന്നെ പാസേജ് ഓഫ് മിൽക്ക് ത്രൂ ദ നേസൽ പാസേജസ് ഡ്യൂറിങ് ഫീഡിങ്ങിന്റെ സമയത്ത് മിൽക്ക് പാസ് ചെയ്യാൻ നേസൽ, അപ്പോൾ ഫീഡിങ്ങിന്റെ സമയത്ത് നോസിലൂടെ എന്ത് പാസ് ചെയ്യാം, മിൽക്ക് പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെക്കറന്റ് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻസ്, സ്പീച്ച് ഡിഫിക്കൽട്ടീസ്, പിന്നെ പുവർ വെയിറ്റ് ഗെയിനും ഫെയിലുവർ ടു ത്രൈവ് ആണ്. അപ്പം ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു നോസ്റ്റ് ആയിട്ടുള്ള വെർമിലിയൻ ബോർഡർ ഉണ്ടായിരിക്കും, മേ ഇൻവോൾവ് ആൽവിയോളാർ റിഡ്ജ്. പാലറ്റിന്റെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള നോസ് ആയിരിക്കും, നേസൽ ഡിസ്റ്റോർഷൻ ഉണ്ടായിരിക്കും. പിന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള നേസൽ ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ മാൽ അലൈൻഡ് ആയിട്ടുള്ള ടീത്ത് ഉണ്ടായിരിക്കും. പിന്നെ ചെവിയുടെ കാര്യം, വായുടെ കാര്യം റിക്കറന്റ് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും, സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. പിന്നെ കൊടുക്കുന്ന ഫീഡ് മൊത്തം മൂക്കിൽ കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ദേഹത്തോട്ട് ഫുഡ് കിട്ടത്തില്ല. അപ്പൊ പുവർ വെയിറ്റ് ഗെയിനും ഫെയിലിയർ ടു ത്രൈവ് ആയിരിക്കും. ഓക്കെ, ആ പാസേജ് ഓഫ് മിൽക്ക് ത്രൂ ദ നേസൽ പാസേജസ് ഡ്യൂറിങ് ദ ഫീഡിങ് ആൻഡ് അത് നോസിലൂടെ അങ്ങ് പോകുന്നുണ്ട്, മിൽക്ക് കുട്ടിക്ക് ശരീരത്തിൽ കിട്ടുന്നില്ല. അതല്ല, ഞാനൊരു കോഡ് പറഞ്ഞു തന്നാട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. പുവർ ആയിട്ടുള്ള വെയിറ്റ് ഗെയിനും ഫെയിലിയർ ടു ത്രൈവും ഉണ്ടാകും.
ആണ് മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഡയഗ്നോസ് നമ്മൾ എന്താ ചെയ്യുക, ഇനിഷ്യൽ ന്യൂ ബോൺ അസസ്മെന്റ് നമ്മൾ ചെയ്യത്തില്ലേ, ആ സമയത്ത് തന്നെ ന്യൂ ബോൺ എക്സാമിനേഷൻ അറ്റ് ബർത്തിൽ നമുക്ക് ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അപ്പൊ നമ്മൾ എങ്ങനെയാണ് ന്യൂ ബോൺ അസസ്മെന്റ് സമയത്ത് എന്ത് ചെയ്യേണ്ടത്, ഒരു ഗ്ലൗഡ് ആയിട്ടുള്ള ഹാൻഡ് വെച്ചിട്ട് ആ ഫിംഗർ വെച്ച് നമ്മൾ വിഷ്വൽ പാൽപേറ്റ് ചെയ്യണം. ആ പാലറ്റ് ഒക്കെ നമ്മളൊന്ന് കൈ വെച്ച് പാൽപേറ്റ് ചെയ്യണം. നമ്മളല്ല, മെയിനായിട്ട് പീഡിയാട്രീഷ്യനാണ് എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് പാലറ്റിൽ ഒന്ന് പാൽപേറ്റ് ചെയ്ത് നോക്കണം ഗ്ലൗഡ് ഫിംഗർ വെച്ച്, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് വിഷ്വൽ എക്സാമിനേഷൻ ചെയ്യണം. പിന്നെ ഇൻ യൂട്രോ അൾട്രാസോണോഗ്രഫി ചെയ്യാൻ പറ്റും. ഇൻ യൂട്രോ അൾട്രാസോണോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പോളിഹൈഡ്രാമിനോസ്, അതായത് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഈ നോർമലി ഒരു കുഞ്ഞ് ഫീറ്റസ് പ്രഗ്നൻസിയുടെ സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുടിക്കുകയും ചെയ്യും, അതിനെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോപ്പർ ആയിട്ട് കുഞ്ഞ് കുടിക്കുന്നുണ്ടാവില്ല ഈ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിരിക്കും, പോളിഹൈഡ്രാമിനോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എന്തുവാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനോമലീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പോളിഹൈഡ്രാമിനോസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സസ്പെക്ട് ചെയ്യാം ക്ലെഫ്റ്റ് ലിപ്പോ ക്ലെഫ്റ്റ് പാലറ്റോ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തതാണ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസിസ്. അപ്പൊ ആദ്യം ന്യൂ ബോൺ അസസ്മെന്റ് ജസ്റ്റ് ഒന്ന് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് പാൽപേറ്റ് ചെയ്ത് നോക്കുക, ഗ്ലൗഡ് ഫിംഗർ വെച്ചിട്ട് പാലറ്റ് ഒന്ന് പാൽപേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ജസ്റ്റ് നോക്കുക. പിന്നെ എന്താണ്, നമുക്ക് ഇൻ യൂട്രോ അൾട്രാസോണോഗ്രഫിയുടെ ടൈമിൽ മനസ്സിലാകും. നെക്സ്റ്റ് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആണ് ഈ ഒരു ക്ലെഫ്റ്റ് പാലറ്റും ക്ലെഫ്റ്റ് ലിപ്പും ഉള്ള കുട്ടികൾക്ക് വരാനുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഫീഡിങ് ഡിഫിക്കൽറ്റിയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ് അല്ലെ. നോസിനും നമ്മുടെ മൗത്തിനുമാണ് അവർക്ക് എഫക്ട് ചെയ്യുന്നത്. കൊണ്ട് ഫീഡിങ് ഡിഫിക്കൽറ്റിയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ് മെയിൻ ആയിട്ടും വരിക. ഫീഡിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇൻഫന്റ് വിത്ത് അൺപെയർഡ് ആയിട്ടുള്ള ക്ലെഫ്റ്റ് ലിപ്പ് ഉള്ളവർക്ക് എന്താണ് ഡിഫിക്കൽറ്റീസ് വിത്ത് ക്രിയേറ്റിംഗ് സക്ഷൻ ടു ഗെറ്റ് സഫിഷ്യന്റ് മിൽക്ക് ഫ്രം ദി ബ്രസ്റ്റ് ഓർ ടീറ്റ് as well as compressing the nipple adequately. This makes the infant easily tired. അപ്പം ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള അൺറിപ്പയർഡ് ആയിട്ടുള്ള ക്ലെഫ്റ്റ് ലിപ്പ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ കുട്ടി നല്ല രീതിയിൽ സക്ക് ചെയ്യുന്ന സമയം നല്ല രീതിയിൽ സക്ക് ചെയ്യുന്നുണ്ടാകും, ഒത്തിരി എഫേർട്ട് എടുത്താൽ മാത്രമേ ഒത്തിരിയെങ്കിലും എന്ത് കിട്ടത്തുള്ളൂ, മിൽക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അവരെന്താ ഈസിലി ടയേർഡ് ആവുകയും അഡിക്കേറ്റ് ആയിട്ടുള്ള ഫീഡ് അവർക്ക് കിട്ടാതെയും വരും. അതാണ് ഫീഡിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് പാലറ്റും ജോയും മാൽഫോംഡ് ആകും അല്ലെ. ഈ സമയത്ത് പാലറ്റും ജോയും മാൽഫോംഡ് ആകുന്നത് കൊണ്ട് തന്നെ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും വളരെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ കൂടി എന്ത് ചെയ്യാണ്, ഫീഡ് വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നോസിൽ കൂടെ കൊടുക്കുന്ന ഫീഡൊക്കെ വരുമെന്ന്, അങ്ങനെ ആസ്പിറേഷൻ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ആ ജോയ്ക്കും പാലറ്റിനും പൊസിഷൻ അല്ലെങ്കിൽ മാൽഫോർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, കൂടാതെ ആസ്പിറേഷനുള്ള റിസ്ക്കും ഉണ്ട്. അതാണ് ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ലോങ് ടേം പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സ്പീച്ച് പ്രോബ്ലംസ്, റെക്കറന്റ് ഇയർ ഇൻഫെക്ഷനും അത് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. റെക്കറന്റ് ഇയർ ഇൻഫെക്ഷനും ഹിയറിംഗ് ലോസും ഉണ്ടാക്കുന്ന ചാൻസ് ഉണ്ട്. ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻ കാരണം നമ്മുടെ ആ ഒരു ട്യൂബ് ദാറ്റ് കണക്ട് ദ മിഡിലിയർ ആൻഡ് ത്രോട്ട്, എന്താണത്, യൂസ്റ്റേഷൻ ട്യൂബ്, ആ യൂസ്റ്റേഷൻ ട്യൂബിന് ഡിഫക്റ്റ് വരികയും ഹിയറിംഗ് ലോസ് ഉണ്ടാവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. റിക്കറന്റ് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നോസിനെയും ത്രോട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബാണ് യൂസ്റ്റേഷൻ ട്യൂബ്. യൂസ്റ്റേഷൻ ട്യൂബിന് പ്രശ്നം വരികയും എന്താണ്, ഇയർ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സ്പീച്ച് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് പാലറ്റിന്റെ ഡിഫോമിറ്റി കാരണം എയർ നോസിൽ നിന്ന് എസ്കേപ്പ് ആയി പോകും. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള സൗണ്ട് ഫോണേഷൻ ഒക്കെ പ്രശ്നം ഉണ്ടാകും. കൺസണൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയാനൊന്നും പറ്റത്തില്ല. നമ്മുടെ സൗണ്ട് തോമസ് സിനിമയില്ലേ, അപ്പൊ അതിനകത്ത് ആ ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഉള്ളത് കൊണ്ടാണ് പുള്ളിക്ക് നല്ല രീതിയിൽ സൗണ്ട് പറ്റാത്തത്. അപ്പൊ ഫോണേഷനും അതുപോലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നേസൽ സൗണ്ടിങ് വോയിസ് ആയിരിക്കും, അതായത് ആ പുള്ളി അതിനകത്ത് ദിലീപ് അതിനകത്ത് മൂക്കിൽ കൂടെ സംസാരിക്കുന്ന പോലെയല്ല നമുക്ക് തോന്നാറ്. അപ്പൊ നേസൽ സൗണ്ടിങ് ആയിരിക്കും വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ സം ചിൽഡ്രൻ എന്ന് പറയുന്നത് അൺയൂഷ്വൽ സൗണ്ട്സുകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പം അത് ബാക്കിയുള്ളവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഫ്രസ്ട്രേറ്റഡ് ആവാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പേരൻസിന് കുഴപ്പമുണ്ടായിരിക്കില്ല, യൂസ്ഡ് ആയിരിക്കും. പക്ഷെ ഒരു സ്കൂളിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറായിട്ടൊക്കെ ആ ഒരു ആള് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് മാലൊക്ലൂഷൻ ഓഫ് ടീത്ത്, അപ്പൊ ഹിയറിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹിയറിംഗ് ലോസ് ഉണ്ടായിരിക്കും. പിന്നെ സ്പീച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും. അടുത്ത മാലൊക്ലേഷൻ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു മാലലൈൻഡ് ടീത്ത് എന്നല്ലേ. അപ്പം ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ് ഉള്ള ഇൻഫന്റിന് മിസ്സിംഗ് ടീത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഏത് ഭാഗത്താണോ ക്ലെഫ്റ്റ് ഉള്ള ആ ഭാഗത്ത് ടീത്ത് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എക്സ്ട്രാ ടീത്ത് അല്ലെങ്കിൽ മാൽഫോംഡ് ടീത്ത് വേറെ എവിടെയെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാരണം എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വായൊക്കെ കൊണ്ടുപോകാനായിട്ടും ഫുഡ് കഴിക്കാനായിട്ടും സംസാരിക്കാനായിട്ടും മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് മാക്സിലറി ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ദ ക്ലെഫ്റ്റ് അഫക്ട്സ് ദ മാക്സില്ല then the bony part of the alveolus will need to be joined together with a bone graft.
Otherwise, difficulties with chewing scene and appearance of the face get affected. അതായത് maxillary cleftന്റെ പ്രശ്നം കാരണം ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ അപ്പിയറൻസിന് പ്രശ്നം വരും, ചൂയിങ് ഡിഫിക്കൽട്ടീസും ഉണ്ടായിരിക്കും. അത് മാലുക്ലൂഷൻ ഓഫ് ടീത്ത് കാരണം മാക്സിലറി ക്ലഫ്റ്റ് കാരണം എന്തുണ്ടാകാം, ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ അപ്പിയറൻസിന് പ്രശ്നം ഉണ്ടാകുകയും ചൂയിങ്ങിന് പ്രശ്നമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പം റിക്കറന്റ് ഇയർ ഇൻഫെക്ഷനും ഹിയറിംഗ് ലോസും സ്പീച്ച് ഡിഫിക്കൽട്ടീസ് പിന്നെ മാലുക്ലൂഷൻ ഓഫ് ടീത്ത് ആൻഡ് മാക്സിലറി ക്ലഫ്റ്റ് ഇതൊക്കെയാണ് ലോങ് ടേം ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ് നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ടീമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ പീഡിയാട്രിഷ്യൻ, ക്രേനിയോഫേഷ്യൽ സർജൻ വേണം, ഓർത്തോഡോണ്ടിസ്റ്റ് വേണം, സ്പീച്ച് തെറാപ്പിസ്റ്റ്, പിന്നെ ഓട്ടോ ലാരഞ്ചിയോളജിസ്റ്റ്. എന്തിനാ, നമ്മുടെ ലാരിങ്സിലും ഹിയറിംഗ് ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞില്ലേ. ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഒക്കെ സ്പീച്ചിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, ഒരു ജനറ്റിക് കൗൺസിലറും പീഡിയാട്രിക് നഴ്സും ഒക്കെ വേണം. അപ്പം ഇങ്ങനെയുള്ള ടീം മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കെയർ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെന്റിൽ ഫസ്റ്റ് നമ്മൾ മോഡിഫൈഡ് ഫീഡിംഗ് ആണ് കൊടുക്കുന്നത്. കാരണം നോർമലി ഉള്ള ബോട്ടിൽ ഫീഡോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് വഴിയോ ഒന്നും കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് എത്തത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമും പേഷ്യൻസും കൊണ്ട് കുറേ ടൈം എടുത്ത് വേണം കുട്ടിക്ക് കൊടുക്കാനായിട്ട്. പിന്നെ കുട്ടീനെ അപ്രൈറ്റ് പൊസിഷനിൽ വേണം കിടത്താനായിട്ട്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ബർബ് ചെയ്യണം. ഫ്രീക്വന്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ഫ്രീക്വന്റ് ആയിട്ട് ബർബ് ചെയ്യണം. ബാക്കിയുള്ള കുട്ടികളെക്കാട്ടിലും കുറച്ചുകൂടെ ശ്രദ്ധയും കുറച്ചുകൂടെ നേരം എടുത്തും പിന്നെ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വേണം കൊടുക്കാനായിട്ട്. അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ആ ഒരു ക്ലഫ്റ്റിന്റെ ആ ഒരു എന്താണ് സ്പേസിൽ കൂടി, ആ ഒരു ഗ്യാപ്പിൽ കൂടി അല്ലെങ്കിൽ ഇൻഡന്റേഷനിൽ കൂടി എന്താണ് മിൽക്ക് നോസിൽ കൂടി വരാനും ആസ്പിറേഷനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനും ഗ്യാസ്പിങ് ഇടയ്ക്കിടയ്ക്ക് ബർബ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ട്രാപ്പിംഗ് ഓഫ് എയറും ചോക്കിംഗ് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബോട്ടിൽ ഫീഡിംഗ് ആണ്, നമ്മുടെ ലാർജ് ഹോളുള്ള ബോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. യൂഷ്വലി അവർക്ക് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ലാർജ് ഹോളുള്ള ബോട്ടിൽസ് ഉണ്ട്. പിന്നെ ഹെർബൻസ് ബോട്ടിൽ ഹേബർമാൻ ഫീഡർ ഉണ്ട്. അതൊരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ബോട്ടിലാണ്. അത് എയർ എൻട്രി പ്രിവെന്റ് ചെയ്യുകയും ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് NUK നിപ്പിൾ എന്ന് പറയുന്നതും അത് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ കട്ടോരി സ്പൂൺ ഫീഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ലോങ് സ്ട്രെയിറ്റ് ഹാൻഡിൽ സ്പൂൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കട്ടോരി സ്പൂൺ വിത്ത് ലോങ് സ്ട്രെയിറ്റ് ഹാൻഡിൽ. അപ്പോൾ കട്ടോരി സ്പൂണിന്റെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ സ്ട്രൈറ്റ് ആയിട്ട് വേണം. അപ്പോൾ അതാണ് മോഡിഫൈഡ് ഫീഡിങ്. നമ്മൾ ബോട്ടിൽ വെച്ചിട്ടാണ് ഹെബർമാൻ ഫീഡർ യൂസ് ചെയ്യാം, NUK ഫീഡർ അല്ലെങ്കിൽ NUK നിപ്പിൾ യൂസ് ചെയ്യാം, പിന്നെ കട്ടോരി സ്പൂൺ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഫീഡിങ്ങിന്റെ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കുകളാണ് പറയുന്നത്. അതിന് നമുക്കൊരു ഷോർട്ട് ഫോം വെച്ചിട്ട് ESSR എന്ന് പറഞ്ഞാൽ റിമെമ്പർ ചെയ്യാം. എൻലാർജ്ഡ് ആയിട്ടുള്ള നിപ്പിൾ വേണം, സക്കിംഗ് റിഫ്ലക്സ് കുട്ടികളെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യണം, ഫ്ലൂയിഡ് സ്വാല ചെയ്യണം അപ്രോപ്രിയേറ്റ് ആയിട്ട്. പിന്നെ ഇൻഫന്റ് സിഗ്നൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നോൺ സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഡെന്റൽ ഒബ്റ്റുറേറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിന് ഡെന്റൽ ഒബ്റ്റുറേറ്റർ കൊടുക്കാൻ പറ്റും. ഇനി ഡെന്റൽ ഒബ്റ്റുറേറ്റർ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, എന്നാലും അവർ സർജറിക്കും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യത്തിനൊന്നും മീൻസ് അവർ കോപ്പറേറ്റീവ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഡെന്റൽ ഒബ്റ്റുറേറ്റർ കൊടുക്കാം. പിന്നെ ലാൻഡം അപ്ലയൻസസും കൊടുക്കാൻ പറ്റും. ആ പാർട്സ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനും റിയലൈൻ ചെയ്യാനും ലാൻഡം അപ്ലയൻസസും ഡെന്റൽ ഒബ്റ്റുറേറ്ററും കൊടുക്കാം. അതാണ് നോൺ സർജിക്കൽ മാനേജ്മെന്റ്. സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സർജിക്കൽ റിപ്പയർ ഓഫ് ദ കീലോപ്ലാസ്റ്റി. നമുക്ക് രണ്ട് രീതിയിൽ പറയാം. സർജിക്കൽ റിപ്പയർ ഓഫ് ദ ക്ലെഫ്റ്റ് ലിപ്പ് അതാണ് കീലോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ലിപ്പ് അഡഷൻ ഈസ് ഡൺ അറ്റ് 2 weeks ഓഫ് ദ ഗസ്റ്റേഷൻ വിച്ച് കൺവേർട്സ് കംപ്ലീറ്റ് ക്ലെഫ്റ്റ് ഇൻറ്റു ഇൻകംപ്ലീറ്റ് ക്ലെഫ്റ്റ്. അതായത് ലിപ്പ് അഡഷൻ നമ്മൾ ചെയ്യും 2 weeks ഓഫ് ദ ഏജ്. കുഞ്ഞ് ജനിച്ച് 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ലിപ്പ് അഡഷൻ ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലെഫ്റ്റിനെ ഇൻകംപ്ലീറ്റ് ക്ലെഫ്റ്റ് ആക്കി മാറ്റും. ഈ ക്ലെഫ്റ്റ് റിപ്പയർ എന്ന് പറയുന്നത് അത് ഡൺ ചെയ്യുന്ന ഏകദേശം ഒരു 10 weeks ഓഫ് ദ ഏജ് ആണ്, ഫോളോയിങ് ദ റൂൾ ഓഫ് 10. അതായത് ദ ചൈൽഡ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 10 weeks ഓൾഡ്, വെയ് 10 lb ആൻഡ് ഹാസ് അറ്റ്ലീസ്റ്റ് 10 gram ഓഫ് ഹീമോഗ്ലോബിൻ. ഇത്രയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലെഫ്റ്റ് ലിപ്പിന്റെ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കീലോപ്ലാസ്റ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രൊസീജിയർ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് മില്ലാർഡ് ലിപ്പ് റിപ്പയർ, ലാൻഡൽ ഗ്രാം റിപ്പയർ ആൻഡ് റോസ് തോംസൺ പ്രൊസീജിയർ. ഇങ്ങനത്തെ പ്രൊസീജിയറാണ് മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ലിപ്പ് അഡഷൻ നമ്മൾ ചെയ്യുന്നത് 2 weeks ഓഫ് ദ ഗസ്റ്റേഷൻ 2 weeks ആണ്. ജനിച്ച് 2 weeks ആകുമ്പോൾ ലിപ്പ് അഡഷൻ ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലെഫ്റ്റ് ലിപ്പിനെ ഇൻകംപ്ലീറ്റ് ആക്കും. പക്ഷേ മൊത്തത്തിൽ ഈ ക്ലെഫ്റ്റ് ലിപ്പിനെ നമുക്ക് റിപ്പയർ ചെയ്യണമെങ്കിൽ കുട്ടിക്ക് 10 weeks എങ്കിലും പ്രായം ഉണ്ടായിരിക്കണം. 10
10 lb എങ്കിലും വെയിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് 10 gram ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. ഈ 10 റൂൾ ഓഫ് 10 ഉണ്ടെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ മില്ലാഡ് റിപ്പയർ ആണ്. അതെങ്കിലും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാൻ നോക്കുക, മില്ലാഡ് റിപ്പയർ ആണ്. നെക്സ്റ്റ് ക്ലെഫ് പാലറ്റിന്റെ റിപ്പയർ അല്ലെങ്കിൽ പാലറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ടും 9 to 12 months ഓഫ് ഏജ് ആകുമ്പോഴാണ്, അതായത് കുട്ടിക്ക് 1 വയസ്സ് അടുക്കാറാകുമ്പോഴാണ് നമ്മൾ ക്ലെഫ് പാലറ്റിന്റെ അല്ലെങ്കിൽ പാലറ്റോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്നത്. പ്രൊസീജിയേഴ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ VY പുഷ് ബാക്ക്, 2 ഫ്ലാപ്പ് പാലറ്റോപ്ലാസ്റ്റി, 4 ഫ്ലാപ്പ് പാലറ്റോപ്ലാസ്റ്റി, പിന്നെ Schwenken Dix primary veloplasty and Barlow paloplasty. പാൽറ്റോപ്ലാസ്റ്റി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഓറോനേസൽ ഫിസ്റ്റുല ഉണ്ടാകാനും വേലോ ഫാരഞ്ചൽ ഇൻസഫിഷ്യൻസി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലെഫ്റ്റ് റിപ്പയർ അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റിന്റെ റിപ്പയർ അല്ലെങ്കിൽ പാൽറ്റോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്നത് 9 to 12 months ആണ്. മറ്റേ ക്ലെഫ്റ്റ് ലിപ്പിന്റെ അല്ലെങ്കിൽ കീലോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ലിപ്പ് അഡഷൻ 2 weeks ചെയ്യുമെങ്കിലും 10 weeks 10 lb വെയിറ്റും 10 gram ഹീമോഗ്ലോബിനും ഉള്ളപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പയർ ചെയ്യുന്നത്. മെയിനായിട്ട് മില്ലാഡ് പ്രൊസീജിയർ ആണെങ്കിലും മില്ലാഡ് റിപ്പയർ ആണ് നമ്മൾ ചെയ്യാറ്. പാൽറ്റോപ്ലാസ്റ്റി 9 to 12 months ഓഫ് ഏജ് ആണ്. മെയിനായിട്ട് അവിടെ VY പുഷ് ബാക്ക് അല്ലെങ്കിൽ 2 ഫ്ലാപ്പ് പാൽറ്റോപ്ലാസ്റ്റി, 4 ഫ്ലാപ്പ് പാൽറ്റോപ്ലാസ്റ്റി ഒക്കെയാണ് നമ്മൾ ചെയ്യാറ്. നെക്സ്റ്റ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിംപാനോസ്റ്റമി നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യും ഇയർ ഡ്രമ്മിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എയറേറ്റ് ദ മിഡിൽ ഇയർ വിച്ച് ഇസ് ഓഫൺ യൂസ്ഫുൾ ഫോർ ഇൻക്രീസിംഗ് ദ ഹിയറിംഗ് എബിലിറ്റി ഓഫ് എ ചൈൽഡ്. ചൈൽഡിന്റെ ഹിയറിംഗ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടിംപാനോസ്റ്റമി ട്യൂബ് ഇയർ ഡ്രമ്മിലേക്ക് കൊടുക്കും. ഇയർ ഡ്രമ്മിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അങ്ങോട്ടേക്കുള്ള എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ എയറേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും കുട്ടിയുടെ ഒരു ഹിയറിംഗ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സ്പീച്ച് പ്രോബ്ലംസ് നമ്മൾ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ട്രെയിൻ ചെയ്താണ് ട്രീറ്റ് ചെയ്യുക. പിന്നെ ചില കേസസിൽ ഫാരഞ്ചൽ ഫ്ലാപ്പ് സർജറി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഓഗ്മെന്റേഷൻ ഓഫ് ഫാരഞ്ചോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ജനറ്റിക് അല്ലെങ്കിൽ ടു റെഡ്യൂസ് ദ ജനറ്റിക് ആൻഡ് പാരന്റൽ കൗൺസിലിംഗ് ടു പ്രിവെന്റ് റെക്കറൻസ് ഇൻ നെക്സ്റ്റ് സിബ്ലിങ്സിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും സർജിക്കൽ റിപ്പയർ. പാലറ്റോപ്ലാസ്റ്റിയും കീലോപ്ലാസ്റ്റിയും നമ്മൾ പറഞ്ഞു. സ്പീച്ച് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടിക്ക് നല്ല രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ടിംപാനോസ്റ്റമി ട്യൂബ് ഇയർ ഡ്രമ്മിലേക്ക് മെയിനായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എയറേഷൻ പ്രോപ്പറായിട്ട് നടക്കാനും എന്താണ് ഹിയറിംഗ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും. സ്പീച്ചിന് വേണ്ടിയിട്ട് സ്പീച്ച് ആൻഡ് ഓഡിയോ ലാംഗ്വേജ് പത്തോളജിസ്റ്റും ചില സമയത്ത് ഫാരഞ്ചൽ ഫ്ലാപ്പ് സർജറിയും ചെയ്യാറുണ്ട്. പിന്നെ പാരൻസിന് നമ്മൾ ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പാരന്റൽ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് നെക്സ്റ്റ് സിബ്ലിങ്ങിന് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി. നെക്സ്റ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് ആണ്. പ്രീ ഓപ്പറേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഒബിയസ് ആയിട്ടുള്ള ക്ലെഫ്റ്റ് ലിപ്പും അതിന്റെ ടൈപ്പും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. ഗ്രേഡും പ്രൊഫസർ ബാലകൃഷ്ണന്റെ അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ഒക്കെ അനുസരിച്ച് ഉള്ള ഗ്രേഡും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കുക. പിന്നെ ക്ലെഫ്റ്റ് പാലറ്റ് വിത്ത് ക്രൈയിങ്ങിന്റെ ടൈമിൽ ഉണ്ടാകുന്ന ക്ലെഫ്റ്റ് പാലറ്റ് നോക്കുക. പിന്നെ ക്ലെഫ്റ്റ് പാലറ്റ് നമ്മൾ പാൽപേഷൻ വെച്ചിട്ട് ക്ലൗഡ് ഫിംഗർ വെച്ച് പാൽപേറ്റ് ഒക്കെ നോക്കുക. അതാണ് ഇനിഷ്യൽ അസസ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്. നഴ്സിംഗ് ഡയഗ്നോസ് എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടിക്ക് നല്ല രീതിയിൽ സക്ക് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ ഇംബാലൻസ് ന്യൂട്രീഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആസ്പിറേഷന് റിസ്ക് ഉണ്ട്. ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ററപ്റ്റഡ് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡെഫിഷ്യന്റ് നോളജ് ഓഫ് ദ പാരന്റ്സ് റിലേറ്റഡ് ടു ദ കെയർ ഓഫ് ദ ചിൽഡ്രൻ. പിന്നെ എന്താണ് ആൻസൈറ്റി ഓഫ് ദ പാരന്റ്സ് റിലേറ്റഡ് ടു വിസിബിൾ ഡിഫക്ട് ആൻഡ് സർജിക്കൽ ഔട്ട്കം. ഇത്രയാണ് മെയിനായിട്ടും വരുന്നത്. ഗോൾ നമുക്ക് എഴുതാമല്ലോ. നെക്സ്റ്റ് നഴ്സിംഗ് ഇന്റർവെൻഷൻ ആണ്. അഡിക്കേറ്റഡുള്ള ഫീഡിങ് കൊടുക്കാനും ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? ഫൗളസ് പൊസിഷനിൽ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ പിടിക്കാനായിട്ട് കുട്ടിക്ക് കൂടുതൽ നേരം നമ്മൾ എടുത്ത് ഫീഡ് കൊടുക്കണം. പിന്നെ നമ്മൾ കുറേ ബോട്ടിൽസിന്റെ പേര് പറഞ്ഞില്ലേ, ഹേബർമാൻ ബോട്ടിലും പിന്നെ പിന്നൊരു നമ്മളൊരു നിപ്പിൾ പറഞ്ഞല്ലോ, NUK നിപ്പിളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കട്ടോരി സ്പൂൺ ഇതൊക്കെ ഉള്ള കട്ടോരി സ്പൂണൊക്കെ യൂസ് ചെയ്യുക. പിന്നെ സ്മോൾ ആൻഡ് ഫ്രീക്വന്റ് ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. വെയിറ്റ് ഗെയിൻ നമ്മൾ റെഗുലർ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെന്താണ് ലാർജ് ഹോളിൽ നിപ്പിളുള്ള ബോട്ടിൽ വെച്ചിട്ട് വേണം കുട്ടിക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ബർബ് ചെയ്യുകയും കൂടുതൽ നേരം നമ്മൾ കൊടുക്കുകയും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ബേബി എപ്പോഴാണോ ടയേർഡ് ആകുന്ന ആ സമയത്ത് ഫീഡിങ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ടും അഡിക്കേറ്റ് ഫീഡിങ്ങിനും ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള എടുക്കേണ്ടത്. ഫാമിലി സപ്പോർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടിയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് മാറ്റം വരുന്നതുകൊണ്ടൊക്കെ ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാം. അപ്പം അവരുടെ ഫീലിങ്സ്, കൺസേൺസ്, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോ ചെയ്യുക. അവർക്ക് കാം ആയിട്ടുള്ള റിയഷറിങ് അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ കൊടുക്കുക. പിന്നെ
ചൈൽഡ് കെയറിനകത്ത് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ സർജിക്കൽ റിപ്പയറിന്റെ ഔട്ട്കം കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അതൊക്കെ സെറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ സർജറിക്ക് ശേഷം കുട്ടീനെ എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ ഫീഡിങ് ടെക്നിക്കും പോസ്റ്റ് സർജറി ടെക്നിക്സും ഒക്കെയാണ്, എന്തൊക്കെയാണ് ഹോമിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ഫാമിലി ആൻഡ് സപ്പോർട്ട് ആൻഡ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും പ്രീ ഓപ്പറേറ്റീവിൽ ചെയ്യേണ്ടത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ച് സർജറി ചെയ്ത സമയത്ത് ഫ്യൂച്ചർ ലൈൻസും വൈറ്റൽ സൈൻസും ഒക്കെ നമ്മളൊന്ന് നോക്കുക. അവിടെ നിന്ന് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജോ ഡിസ്കളറേഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഫ്യൂച്ചറൊക്കെ ഹെൽത്തി ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുക. അപ്പോൾ ഇംബാലൻസ് ന്യൂട്രീഷൻ ആയിരിക്കും അപ്പോഴും എന്താണ് ആ ഒരു സർജിക്കൽ റിപ്പയർ ആയതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര പെയിൻ ഒക്കെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ പെയിൻ നമ്മൾ വേണമെങ്കിൽ എഴുതാം. റിസ്ക് ഫോർ ട്രോമ, സർജിക്കൽ സൈറ്റ് ട്രോമ എന്താണ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം കുട്ടിയല്ലേ, അപ്പോൾ പെയിൻ ഉണ്ടാകുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ആസ്പിറേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫീഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ മറ്റു രീതിയിലുള്ള ഫീഡിങ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ IV ഫ്ലൂയിഡ്സ് ആണ് മെയിനായിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മോഡിഫൈഡ് ഫീഡിങ് ടെക്നിക്സ് ആയിട്ടുള്ള ആസ്പിറേഷൻ മിനിമൈസ് ചെയ്യാനും ട്രോമ റെഡ്യൂസ് ചെയ്യാനൊക്കെ മോഡിഫൈഡ് ആയിട്ടുള്ള ഫീഡിങ് ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഇൻഫൻറ്റിനെ ഫ്രീക്വൻ്റ് ആയിട്ട് ബർബ് ചെയ്യുക. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്സ് വേണം ആദ്യം നമ്മൾ കൊടുക്കാൻ. പിന്നെ സോഫ്റ്റ് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക. അത് 6 monthsന് താഴെയുള്ള കുട്ടികളുടെ കാര്യമല്ല, മറ്റേ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ പ്രിവെന്റിങ് ട്രോമ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കുട്ടി കൈ അങ്ങനെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൽബോ പറ്റുവാണെങ്കിൽ റെസ്ട്രെയിൻ ചെയ്തിടുക. ജാക്കറ്റ് റിസ്ട്രെയിൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ എന്താണ് സ്ട്രോയും സ്പൂണും പാസിഫൈസും ഒക്കെ ചൈൽഡിൻ്റെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. കാരണം അതൊക്കെ വെച്ചിട്ട് എന്താണ് വീണ്ടും ട്രോമ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും ഓറൽ ടെമ്പറേച്ചർ നമ്മൾ എടുക്കാൻ പാടില്ല. റെക്ടലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടെമ്പറേച്ചറൊക്കെ എടുക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് കുട്ടീനെ കരയിക്കാനോ സ്ട്രെയിൻ ചെയ്യിക്കാനോ ഒന്നും പാടില്ല. പിന്നെ കുഞ്ഞിൻ്റെ ടീത്ത് ഒരു സർജറിക്ക് ഒരു 2 to 3 days വരെ കുട്ടിയുടെ എന്താണ് ടീത്ത് എന്താണ് ബ്രഷ് ചെയ്യേണ്ട. പിന്നെന്താണ് ഫ്യൂച്ചർ ലൈൻസ് എപ്പോഴും ജെന്റിലായിട്ട് ഫീഡ് ചെയ്യുന്നതിന് ശേഷം മുന്നേ ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. അതാണ് ട്രോമ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ ലൈൻസ് എപ്പോഴും സ്റ്റെറൈൽ ആയിട്ടുള്ള വാട്ടർ വെച്ചും എന്താണ് കോട്ടൺ സ്വാബൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം. റോളിംഗ് മോഷന് വേണം ഫ്യൂച്ചർ ലൈനിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട്. ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഓയിൻമെൻറ്റ്സ് കൊടുക്കുക. റെറ്റിനസ് സ്വെല്ലിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒബ്സർവ് ചെയ്തിട്ട് ഫിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഇന്റർവെൻഷൻസ് എടുക്കുക. പിന്നെ പാലറ്റ് റിപ്പയറിന്റെ സമയത്ത് മൗത്ത് നല്ല രീതിയിൽ വാട്ടർ വെച്ച് റിൻസ് ചെയ്യുക ഫീഡിങ്ങിന് ശേഷം. പിന്നെ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള അസെപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സ് വേണം നമ്മൾ പ്രൊസീജിയറിന്റെ സമയത്ത് എടുക്കാനായിട്ട്. പിന്നെ ഹാൻഡ് വാഷ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രൊസീജിയർ. ഓക്കെ. പിന്നെ മിനിമൈസിങ് പെയിൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ ലെവൽ നമ്മൾ അസസ് ചെയ്യുക. ബിഹേവിയർ ഓഫ് ദ ചൈൽഡ് ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ കംഫർട്ട് മെഷേഴ്സ് ആയിട്ടുള്ള കഡ്ലിങ്, റോക്കിങ് അല്ലെങ്കിൽ ഹോൾഡിങ് ദ ഇൻഫൻറ്റ്, അങ്ങനെ അവരെ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കുക. പിന്നെ അനാൽജസിക്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അനുസരിച്ച് കൊടുക്കുക. പിന്നെന്താണ് റീസ്ട്രെയിൻ പീരിയോഡിക്കലി എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. പിന്നെ പാരൻസിന് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുകയും സെൻസ് ഓഫ് സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഹെൽത്ത് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക മെയിനായിട്ട്.